അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, വിശുദ്ധമായ മുഹറം 10 ആഷുറായിൻ്റെ നോമ്പും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും. മറ്റൊരു കാര്യം, ഈ വിശുദ്ധ ആഷുറായിൻ്റെ രാവും പകലും നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളും ചെയ്യേണ്ട മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും. ഏതായാലും ഈ വീഡിയോ ഈ മുഹറം 10 നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും എല്ലാവർക്കും ഏറെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ മുഴുവനായും കണ്ടതിന് ശേഷം മാക്സിമം കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ആദ്യം മുഹറം 10 ആഷുറാ ദിനത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം, മുഹറം 10 ആഷുറായിൻ്റെ ദിനം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ സുന്നത്തുള്ള ഒരു കാര്യമാണ്. അതായത് ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ്. ഫിഖിൻ്റെ കിതാബുകളിൽ ചില ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത് ആദ്യം തന്നെ എണ്ണുന്ന ഒരു ദിവസമാണ് അറഫ ദിനം. അത് കഴിഞ്ഞാൽ എണ്ണുന്ന ഒരു ദിവസമാണ് മുഹറം 10 ആഷുറായിൻ്റെ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ആഷുറായിൻ്റെ ദിനത്തെ നോമ്പ് നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാനൊക്കെ കാരണമായി മാറുകയും ചെയ്യും. ഇനി പലരുടെയും സംശയം, മുഹറം 9 നോമ്പനുഷ്ഠിക്കാത്തവർക്ക് മുഹറം 10 നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മുഹറം 9 നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കാത്തവർക്ക് മുഹറം 10 നോമ്പനുഷ്ഠിക്കാം. ഇനി മുഹറം 9 നോമ്പനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ മുഹറം 10 നോമ്പനുഷ്ഠിച്ച് മുഹറം 11 കൂടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഇനി മുഹറം 9 നോമ്പനുഷ്ഠിച്ചവർക്കും മുഹറം 10 11 നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ഇനി ഒരു വ്യക്തി മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നില്ല, മുഹറം 11 നോമ്പനുഷ്ഠിക്കുന്നില്ല, മുഹറം 10 മാത്രമായിട്ട് നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം പല ആളുകൾക്കുമുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, മുഹറം 10 മാത്രമായിട്ടും നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഏതായാലും ഈ ദിനം നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ ആഷുറായ ദിനത്തിലെ നോമ്പിനെയാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ നാളത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. ഇനി ആഷുറായ എന്ന് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ മുഹറം 10 എന്ന് കരുതിയാൽ മതി. അപ്പോൾ നാളത്തെ മുഹറം 10 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് കരുതേണ്ടത്. നിയത്ത് മലയാളത്തിലായാലും മതി. നിയത്ത് മനസ്സുകൊണ്ട് കരുതുക എന്നുള്ളത് നിർബന്ധമാണ്. കരുതോടൊപ്പം വായ കൊണ്ട് പറയൽ നല്ലതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി പലരുടെയും ഒരു സംശയം, നോമ്പ് നോൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ നിയത്ത് കരുതാൻ വിട്ടുപോയി, എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം തന്നെ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിച്ചാലും മതി. പക്ഷേ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം. അങ്ങനെയാവുമ്പോൾ ഒരാൾ രാവിലെ നിയത്ത് കരുതുകയാണ്, ഇന്നത്തെ ആഷുറായിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ ഇന്നത്തെ മുഹറം 10 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് അവനിക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കുക, സുബ്ഹി ബാങ്കിന് ഒരൽപ്പം മുമ്പ്, അത് ഒരു 2-3 മിനിറ്റ് മുമ്പാണ് നിയത്ത് കരുതുന്നെങ്കിലും ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. സുബ്ഹി ബാങ്കിന് മുമ്പ് കരുതുമ്പോൾ ആവശ്യം ശ്രദ്ധിക്കാം. ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം ഫർളായ നോമ്പുകളുടെ നിയത്ത് രാത്രി തന്നെ സംഭവിച്ചിരിക്കണം. അപ്പോൾ ചില ആളുകൾ നോമ്പൊക്കെ കദാ വീട്ടുന്നവരൊക്കെ ഉണ്ടാകും. അവരൊക്കെ സൂക്ഷിച്ചിട്ട് രാത്രി തന്നെ നിയത്ത് കരുതുക. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി എന്ന് വെച്ചാൽ സുബ്ഹി ബാങ്കിന് ഒരൽപ്പം മുമ്പെങ്കിലും നമ്മൾ നിയത്ത് കരുതുക. ഇനി നോമ്പ് കദാ ഉള്ളവർക്ക് ഈ ദിനം നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് റമദാൻ മാസം നോമ്പ് കദാ ഉണ്ടെങ്കിൽ അവർ മറ്റു ദിനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മാക്സിമം ആ നോമ്പ് കദാ വീട്ടാം. ഇനി അങ്ങനെ മറ്റു ദിനങ്ങളൊന്നും ഉപയോഗപ്പെടുത്തി നോമ്പ് ഖദാ വീട്ടിയിട്ടില്ല, ഈ ദിനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ഈ ദിനം നോമ്പ് ഖദാ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. അങ്ങനെ നോമ്പ് ഖദാ വീട്ടുമ്പോൾ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ അവൻ്റെ നോമ്പ് ഖദാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരാൾ നിയത്ത് കരുതുകയാണ്, റമദാൻ മാസം ഖദാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളത്തെ ആഷുറായിൻ്റെ അല്ലെങ്കിൽ നാളത്തെ മുഹറം 10 സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയിട്ട് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ റമദാൻ മാസത്തെ ഖദാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആവശ്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ഈ രാവുകളിലും പകലുകളിലും നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമതായി നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നോമ്പ് എന്ന് പറയുന്നത് നോമ്പ് നോൽക്കേണ്ട, അതിന് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ആർത്തവത്തിൻ്റെയും നിഫാസിലൂടെയൊക്കെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല. ഇനി ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെ ഒക്കെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നോമ്പ് നോൽക്കാൻ പാടില്ലാത്തത്. ഒരു ഉദാഹരണം പറയാം. ഒരു പെണ്ണ്
ആ പെണ്ണിനിക്ക് ഇന്നത്തെ രാത്രി, അതായത് മുഹറം 10-ൻ്റെ തലേ ദിവസം രാത്രി അവളുടെ ആർത്തവം നിൽക്കുകയാണ്. അവൾ കുളിക്കുന്നത് പകൽ സമയത്താണ്. വലിയ ശുദ്ധര കുളിക്കുന്നത് പകൽ സമയത്താണ്. എന്നിരുന്നാൽ പോലും അവൾക്ക് നോമ്പിൽ പ്രവേശിക്കാം. മാക്സിമം നിസ്കാരങ്ങളൊന്നും ഖളാ ആവാതെ സൂക്ഷിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വിഷയം, രാത്രി ബ്ലീഡിങ് നിന്ന ഒരു പെണ്ണ് സുബഹിക്ക് ശേഷമാണ് കുളിക്കുന്നെങ്കിൽ പോലും അവൾക്കും നിയത്ത് കരുതിയിട്ട് നോമ്പിൽ പ്രവേശിക്കാവുന്നതാണ്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി അതുമാത്രമല്ല, രാത്രിയിൽ ജനാപത്തുകാരാകുന്ന ഭാര്യയും ഭർത്താവും സുബഹിക്ക് ശേഷമാണ് കുളിക്കുന്നെങ്കിൽ പോലും അവർക്കും നിയത്ത് കരുതിയിട്ട് നോമ്പിൽ പ്രവേശിക്കാവുന്നതാണ്. ഏതായാലും ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെയും ഘട്ടത്തിൽ നോമ്പ് നോൽക്കാൻ പാടില്ല. ഇനി അങ്ങനെ ആർത്തവും നിഫാസും അവസാനിച്ചാൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് നോമ്പിൽ പ്രവേശിക്കാം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇന്നത്തെ രാവ് നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആഷുറായിൻ്റെ രാവിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റിനെ പറ്റിയാണ്. അപ്പോൾ ആഷുറായിൻ്റെ രാവ്, അതായത് മുഹറം 10-ൻ്റെ രാവ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്നുള്ള ഈ ദിക്റ് 70 തവണ ചൊല്ലാം. 70 തവണ ചൊല്ലാം. ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്നുള്ള ഈ ദിക്ർ. ഇനി ഇതിനു പുറമെ ഒരുപാട് ദുആകളൊക്കെ നമുക്ക് അധികരിപ്പിക്കാം. കൂട്ടത്തിൽ ആഷുറായിൻ്റെ ദിനം, അത് ഒന്നിരിക്കൽ രാവ് അല്ലെങ്കിൽ പകല്, ഹസ്ബി അല്ലാഹു വനിഅ്മൽ വക്കീൽ വനിഅ്മൽ മൗല വനിഅ്മൻ നസീർ. ഇത് ഹസ്ബി അല്ലാഹു വനിഅ്മൽ വക്കീൽ വനിഅ്മൽ മൗല വനിഅ്മൻ നസീർ എന്നുള്ള ഈ ദിക്ർ 70 തവണ ചൊല്ലാം. ഇത് 70 തവണയാണ് ഓരോ ദിക്റുകളും ചൊല്ലേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിനൊക്കെ പുറമെ ആഷുറായിൻ്റെ ദിനം വിശുദ്ധമായ ഖുർആനൊക്കെ ഓതാൻ പറ്റുന്ന ആളുകൾ, എല്ലാവർക്കും ഓതാൻ പറ്റുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത് 1000 തവണ ഓതുക. ഇനി 1000 തവണ ഓതാൻ പറ്റുന്നില്ല എങ്കിൽ മാക്സിമം അധികരിപ്പിച്ച് നമ്മൾ ഓതുക. അതേപോലെ മാക്സിമം നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലാം. ആത്മാർത്ഥമായിട്ട് നമ്മൾ തൗബ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും മറ്റൊക്കെ മാറി നിന്ന് നല്ലൊരു സ്ഥലത്ത് നല്ല വൃത്തിയോടെ ഇരുന്ന് മാക്സിമം ദിക്റുകളും സലാത്തുകളും ഖുർആനോത്തുകളും അധികരിപ്പിക്കാൻ ഈ രാവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താം. ഒപ്പം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ തൊട്ട് പ്രത്യേകം നമ്മൾ സൂക്ഷിക്കാം. അതേപോലെ നമ്മുടെ കുടുംബത്തിലും മറ്റുമൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രൂപത്തിൽ നമ്മൾ കൊണ്ടാടാം. എസ്പെഷ്യലി മുഹറം 10-ൻ്റെ നോമ്പ് മിക്ക വീടുകളിലും അനുഷ്ഠിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആവുമ്പോൾ നല്ല രൂപത്തിൽ പറ്റുന്നത് പോലെ നോമ്പ് തുറയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ നല്ല രൂപത്തിൽ ഈ ദിനത്തെ കൊണ്ടാടാം. ഏതായാലും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക. ദുആവസിയത്തുകളുണ്ടെങ്കിൽ പ്രത്യേകം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഈ വിനീതന് വേണ്ടി നിങ്ങളും പ്രത്യേകം ദുആ ചെയ്യുക. കൂട്ടത്തിൽ ഏറ്റവും ലളിതമായി ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നാഫി അക്കാഡമിയിൽ കോഴ്സുകൾ ലഭ്യമാണ്. അതിന് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്താൽ അതിന് കൃത്യമായ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭ്യമാകും. ഒരുപാട് പേര് കോഴ്സിൽ ജോയിൻ ചെയ്ത് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. വളരെ ചെറിയ പേയ്മെൻറ്റിൽ ഏറ്റവും ലളിതമായി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.